ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടിട്ട് കിഡിലും 4 മണി പലഹാരമാണ്. ശർക്കര വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം ആയതുകൊണ്ടിട്ട് കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. കാരണം നമ്മളിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നില്ല, വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് നമ്മളിത് 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞെടുക്കാം. നുറുക്ക് ഗോതമ്പിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കാം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം നമുക്ക് നുറുക്ക് ഗോതമ്പ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നുറുക്ക് ഗോതമ്പിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കളറെല്ലാം മാറും. കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുന്നത്. നുറുക്ക് ഗോതമ്പിൻ്റെ പച്ച മണമെല്ലാം മാറി വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് നേരം പിടിക്കും ഇത് നന്നായി ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നുറുക്ക് ഗോതമ്പിൻ്റെ പച്ച മണം എല്ലാം മാറി വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റിനും നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ഏലക്ക ചതച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരമാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നാളികേരത്തിൻ്റെ കളറെല്ലാം മാറി നല്ല നെയ്യിൻ്റെ സ്മെല്ല് വരുന്ന വരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കണ നുറുക്ക് ഗോതമ്പും ഏലക്കയും കാഷ്യൂനട്ടും തേങ്ങയും കൂടി ഇട്ട് വെച്ച മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല, കുറച്ച് തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയൊക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് അടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 50 ഗ്രാം ശർക്കര ചേർത്ത് ഞാൻ പഞ്ചസാര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കരടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുന്നത്. ഈ പഞ്ചസാര പാനി നമ്മൾ ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേശ്ശായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ കൂടുതൽ അളവിൽ ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ കുറേശ്ശായിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തത് മിക്സ് ചെയ്യണത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ ഞാനിത് ചെറിയ ബോളുകളായിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശർക്കരയെല്ലാം കറക്റ്റ് അളവിൽ ചേർത്തത് കൊണ്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് നമ്മൾ തയ്യാറാക്കിയേക്കണം കൊണ്ടിട്ട് ഇതിന് നല്ലൊരു കിഡിലൻ ടേസ്റ്റാണ്. ഇത് നമ്മൾ തയ്യാറാക്കി നോക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, അത്രയ്ക്കും നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.